കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്ന് പുലർച്ചെയും ശക്തമായ മഴയാണ് ലഭിച്ചത്. നഗരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മാനാഞ്ചിറ റോഡിൽ യാത്ര ദുഷ്കരമാണ്. ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പുനൂർ പുഴയിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് രേഖയ്ക്ക് മുകളിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നസീർ ബാബു ചേരുന്നു. നസീർ ബാബു, ഇപ്പോഴും കനത്ത മഴ പെയ്യുകയാണോ? എന്താണ് നിലവിലെ സാഹചര്യം? സജിദേവി, നിലവിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. എന്നാൽ ഇന്നലെ രാത്രിയിലും അതുപോലെ തന്നെ പുലർച്ചെയും ഒക്കെ തന്നെ ശക്തമായ മഴയാണ് ലഭിച്ചത്. അതിന് മഴയുടെ ജില്ലയിലെ പുഴകളിൽ ശക്തമായ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആശങ്കാജനകമായ സാഹചര്യമില്ല എന്നാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം കോഴിക്കോട് ചാത്തമംഗലത്ത് ഒരാളെ ഇന്നലെ കാണാതായിരുന്നു പുഴയിൽ. അയാളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെയും മുക്കം വെള്ളിമാടുകുന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ പൂനൂർ പുഴയിലാണ് അല്പം ജലനിരപ്പ് ഉയർന്ന സാഹചര്യമുള്ളത്. അവിടെ വാർണിംഗ് ലെവലിനും മുകളിലാണ് ഉള്ളത്. എന്നാൽ കൂടത്തായി പുഴയിലും അതുപോലെ തന്നെ കുറ്റ്യാടി പുഴയിലും എല്ലാം വാർണിംഗ് ലെവലിന് താഴെയാണ് ജലനിരപ്പുള്ളത്. നിലവിൽ കോഴിക്കോട് നഗരത്തിൽ മഴ കുറവാണെങ്കിലും പക്ഷേ അവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു റോഡായ മാനാഞ്ചിറയിൽ നിന്ന് തുടങ്ങി കണ്ണൂർ ഭാഗത്തേക്കും വയനാട് ഭാഗത്തേക്കും പോകുന്ന റോഡിലേക്ക് അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ പതുക്കെയാണ് പോകുന്നത്. ജില്ലയിൽ പൊതുവെ പ്രശ്നങ്ങളില്ല. പിന്നെ വിലങ്ങാട് മഴയുണ്ടായിരുന്നു. അവിടെ മുൻകരുതലുകളുടെ ഭാഗമായി മാറി താമസിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബന്ധുവീടുകളിലേക്കാണ്. എന്നാൽ ക്യാമ്പുകൾ പ്രത്യേകിച്ച് തുറന്നിട്ടില്ല.